ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ്റെ സ്റ്റാർട്ടറായ ഡൈനാമൈറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ഇതിനായി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു കോഴി മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഫ്രൈ ആക്കാനായിട്ടുള്ള കവറിങ് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിനായിട്ട് 1/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡൈനാമൈറ്റ് ചിക്കൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മയോണൈസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇനി എല്ലാ സോസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം ഇതിൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണവർക്ക് വീണ്ടും ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഈ സോസിന് സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് എടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം എല്ലാവരും നനവെത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ഓരോ പീസും എടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ പീസും കൂടിയും ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ആക്കാനായിട്ടൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ആക്കാനായിട്ട്. അങ്ങനെ 2 സൈഡും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. എനിക്കിവിടെ ചിക്കൻ ഫ്രൈ ആവാനായിട്ട് 10 മിനിറ്റാണ് വേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെയും ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സോസിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോ ചിക്കൻ പീസുകളും സോസിൽ കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഡൈനാമൈറ്റ് ചിക്കൻ സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ
ലെച്ചൂസ് വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ സോസിൽ മുക്കി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസുകളും ഇതേപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡൈനാമൈറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.